അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹർത്താൽ അനുകൂലികൾ തിരുവനന്തപുരം കണിയാപുരത്തും തമ്പാനൂരും നെടുമങ്ങാടും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. കണിയാപുരത്ത് 1.5 മണിക്കൂറിലേറെയായി വാഹനങ്ങൾ തടഞ്ഞതിനാൽ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് നേരിടുകയാണ്. ഇവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷവും ഉണ്ടായി. ബസ് സർവീസ് തടസ്സപ്പെട്ടതോടെ രോഗിയെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. കോട്ടയത്ത് നഗരത്തിനു പുറമെ ചങ്ങനാശ്ശേരി, കൊടുങ്ങൂർ എന്നിവിടങ്ങളിലും വാഹനം തടയുന്നുണ്ട്. വടക്കൻ പറവൂരിലും ദളിത് സംഘടനകളുടെ പ്രതിഷേധമുണ്ട്. പറവൂർ കച്ചേരിപ്പിടിയിൽ KSRTC സർവീസ് തടയാൻ ശ്രമം നടന്നു. ഇടുക്കി തൊടുപുഴയിലും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഹരിമോഹനും അഖിൽ കെയും അഭിജിത്ത് മുഴക്കുന്നും ആണ് വിവരങ്ങൾ നൽകുന്നത്. ഹരി, ഇപ്പോൾ ആദ്യം അഭിജിത്തിലേക്കാണ് പോകുന്നത്. അഭിജിത്ത്, ഇപ്പോൾ മലബാറിലും ഈ സംയുക്ത ദളിത് സംഘടനകളുടെ ഹർത്താൽ ശക്തമായി തന്നെ പുരോഗമിക്കുന്നുണ്ടോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അഭിജിത്ത്, ഇപ്പോൾ കോഴിക്കോട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യമാണ്. ഇപ്പോൾ എവിടെയാണ് ഈ പ്രതിഷേധം അഭിജിത്ത്? കണ്ണൂരിൽ എവിടെയാണ്? സ്മൃതി, കണ്ണൂരിലാണ് നമ്മളിപ്പോൾ കാണുന്ന പ്രതിഷേധം. കണ്ണൂർ കാൽടെക്സിലാണ് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. കാൽടെക്സിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് വലിയ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. KSRTC ബസ്സിന് മുൻവശത്താണ് പ്രവർത്തകർ, സമരാനുകൂലികൾ കുത്തിയിരിക്കുകയും വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് ഏതാണ്ട് 15 മിനിറ്റോളം നേരം ഈ കാൽടെക്സിൽ ഗതാഗതം സ്തംഭിച്ചു. ഇപ്പോൾ അല്പസമയം മുൻപാണ് പോലീസ് ഇവിടേക്ക് എത്തി ഈ സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. രാവിലെ തന്നെ ചിലയിടങ്ങളിൽ ഈ രീതിയിലുള്ള പ്രതിഷേധം അത് സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിലാണ് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്, അവിടെയാണ് നിതിൻ രാജിൻ്റെ മരണമുണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ കണ്ണൂരിൽ തങ്ങൾ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ള കാര്യം സമരാനുകൂലികൾ വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് 20ഓളം വരുന്ന സമരാനുകൂലികൾ കാൽടെക്സിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനമായി എത്തിയത്. അതിന് പിന്നാലെ ഇവർ വാഹനങ്ങൾ തടയുകയായിരുന്നു.